Hi everyone, welcome back to my YouTube channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അസ്ഥി സംബന്ധമായിട്ടുള്ള പാരമ്പര്യ ചികിത്സ നടത്തുന്ന കണ്ണം വൈദ്യരുടെ കോളനിയിലോട്ട് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈദ്യരായിട്ടുള്ള ഒരു ചെറിയ സംഭാഷണവും ആ ഒരു ചികിത്സയെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ നെക്സ്റ്റ് ഇടുന്നതായിരിക്കുമെന്ന്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി, വേറെ ഒന്നല്ല, പനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യായിരുന്നു. അപ്പം അത് ഇടാനുള്ള ഒരു സമയം ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞുതരാം. അതായത് എന്താണ്, ആരാണ്, എന്ത് ചികിത്സയാണെന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. അതായത് വൈദ്യരായിട്ടുള്ള കുറഞ്ഞൊരു സംഭാഷണം ഒരു സൗണ്ട് ക്ലാരിറ്റി പ്രശ്നപ്രകാരം ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കൊരു തോന്നല്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, പിന്നെ വൈദ്യരായിട്ടുള്ള ചെറിയൊരു സംഭാഷണം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടിയൊക്കെ മനസ്സിലാകും. അപ്പൊ ഫസ്റ്റ് തന്നെ ഇത് എന്ത് ചികിത്സക്കുള്ളതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള ചികിത്സക്കാണ്. അതായത് നമ്മളുടെ എല്ലൊക്കെ പൊട്ടുക, ഒടിവ്, ചതവ്, തേയ്മാനം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. പിന്നെ എല്ലാവരും തിരയുന്ന ഒരു വഴിയാണ് നന്നായിട്ട് ഉഴിയാനൊക്കെ അറിയുന്ന ഒരു വൈദ്യനെ കൊണ്ടുപോയി കാണിക്കണം, ഒന്ന് ഉഴിയിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ തിരയുന്ന ആളുകൾക്ക് ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉഴിച്ചിലും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത് വൈദ്യര്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും വന്നിട്ട് താളൂര്, എരുമാട് എന്ന് പറഞ്ഞ ഇതിന്റെ ഇടയിലായിട്ടാണ് വൈദ്യരുടെ കോളനി വരുന്നത്. ആ കോളനി തന്നെയാണ് ഒരു ചെറിയ റൂമിൽ വെച്ചിട്ട് വൈദ്യര് ചികിത്സയും നടത്തുന്നത്. പിന്നെ ചികിത്സയുടെ സമയം രാവിലെ കൃത്യം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണി തൊട്ടിട്ടാണ് ചികിത്സ നടത്തുന്നത്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നേരത്തെ വിളിച്ച് പറയാം ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. ബിക്കോസ് ചില ദിവസങ്ങളിൽ വൈദ്യര് അതായത് പേഷ്യൻസിന്റെ വീട്ടിൽ പോയിട്ട് ചികിത്സിക്കുന്നുണ്ട്. അതായത് കിടപ്പിലായിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണെങ്കിലും ഒരു തരത്തിലും വരാൻ പറ്റില്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വൈദ്യര് വീട്ടിൽ പോയിട്ട് ചികിത്സ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. പക്ഷെ ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു, അതുകൊണ്ട് വന്നാൽ നേരത്തെ നമ്മൾ നോക്കും, അങ്ങനെയൊന്നുമില്ല. ആദ്യം ആരാണോ ഇവിടെ എത്തിയിട്ടുള്ളത് അവരെ ചികിത്സിക്കും, അത് കഴിഞ്ഞിട്ട് ആരാണോ വന്നത് അവരെ ചികിത്സിക്കും. ആ ഒരു ഓർഡറിലാണ് ചികിത്സ നടത്തുന്നത്. അപ്പൊ പ്രീ ബുക്കിംഗ് ഒന്നുമില്ല, വിളിച്ചു ചോദിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ കോൺടാക്റ്റും വാട്സ്ആപ്പ് നമ്പറൊക്കെ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ ഏറ്റവും കൂടുതലും ദൂരക്കാരാണ് വരുന്നത് എന്നാണ് വൈദ്യര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതലും അവിടെ നിന്നാണ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമല്ല. നമ്മളുടെ സ്കാനിങ് റിപ്പോർട്ടും അതേപോലെ എക്സ്റേ ആണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ പ്രത്യേകിച്ച് മരുന്നോ അല്ലെങ്കിൽ കെട്ടുന്ന തുണിയോ അങ്ങനെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമല്ല. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. മുമ്പായിരുന്നെങ്കിൽ കോട്ടൺ തുണി കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ 2 സാധനങ്ങളായിട്ടും ഇവിടെ വന്നാൽ മാത്രം മതി. പിന്നെ ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര കിടപ്പാണ്, ഇവിടെ വരെ വരാൻ ഒട്ടും സാധിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈദ്യുതി വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അങ്ങോട്ടേക്കുള്ള പോക്ക് ചെലവിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പം അത് വീട്ടിൽ വന്നിട്ട് വൈദ്യുതി ചികിത്സ നടത്തി തരുന്നതാണ്. ചികിത്സ ബേസ് ചെയ്തിരിക്കുന്ന മരുന്നിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അതായത് നമുക്കിപ്പം മരുന്ന് ഫോറസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം പച്ചമരുന്നാണല്ലോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫോറസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഇപ്പൊ പുല്ലുമരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് മരുന്ന് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. അത് കൊണ്ടുവന്ന് അരച്ചുണ്ടാക്കിയപ്പോ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, മരുന്ന് തീർന്നു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ ഇംഗ്ലീഷ് മരുന്നൊക്കെ പോലെ പെട്ടെന്ന് കടയിൽ പോയി വാങ്ങി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പം അതിനനുസരിച്ചിട്ടും ആണുള്ളത്. കാലാവസ്ഥക്ക് അനുസരിച്ചിരിക്കും. അതായത് വേനൽക്കാലത്താണെങ്കിൽ മരുന്ന് കുറവായിരിക്കും, മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മരുന്ന് കിട്ടും. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചമരുന്ന് ആയതുകൊണ്ട് തന്നെ പഥ്യം ഉണ്ട്. അതായത് ഇറച്ചി, മീന്, പുളി ഇത് 3 കഴിക്കാൻ പാടില്ല. കഴിക്കുന്നോണ്ട് എന്താന്ന് ചോദിച്ചാൽ കഴിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല തോന്നുന്നുണ്ട്. ബട്ട് അത് കഴിച്ചാൽ നമ്മളുടെ മരുന്നിന്റെ ഫലം വല്ലാണ്ട് കുറയും. പഥ്യക്കനുസരിച്ച് നിന്നാലേ സൂക്കട് വേഗം മാറുള്ളൂ. കുറച്ചൊക്കെ ഒന്ന് സാക്രിഫിക്കേഷൻ ഒക്കെ വേണ്ടി വരും. അപ്പോ ഇറച്ചി, മീന്, പുളി ഇതിങ്ങനെ കഴിക്കാൻ പാടില്ല നമ്മളുടെ ചികിത്സ ഒന്ന് കഴിയുന്നത് വരെ. പിന്നെ താമസ സൗകര്യം, വൈദ്യരുടെ കോളനിയിൽ താമസ സൗകര്യങ്ങളൊന്നുമില്ല. അതായത് ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു സഹായം ഒന്നും കിട്ടുന്നില്ല എന്നാണ് വൈദ്യര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോട്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് വയ്യാത്ത രോഗികളൊക്കെ ആണെങ്കിൽ അവിടെ വന്ന് താമസിച്ചിട്ട് ചികിത്സ നടത്താനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പം നമുക്ക് താമസിക്കണം എന്നാണെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഹോട്ടൽ എടുത്തിട്ട് വേണം താമസിക്കാനായിട്ട്. പിന്നെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ പറയുന്ന ദിവസത്തിനനുസരിച്ചിട്ട് വന്നാൽ മാത്രം മതി. അവിടെ താമസിക്കാനായിട്ട് പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല.
പിന്നെ നമ്മളുടെ പൈസ എത്ര ചെലവ് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മരുന്നിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ചെലവ് വരുന്നത്. അതായത് ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് മതിയാകും, മുതിർന്നവരാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി വണ്ണമുള്ള ശരീരമായതുകൊണ്ട് കുറച്ച് കൂടുതൽ മരുന്ന് വേണ്ടി വരും. മെലിഞ്ഞവർക്ക്, അതേപോലെ തന്നെ തടിച്ചവർക്ക്, പിന്നെ അങ്ങനെയല്ല ഇപ്പൊ എന്റെ കൈ ഒടിയുന്നത് പോലെയല്ല കാലിന്റെ മുട്ടൊടിയുമ്പോൾ അത് ചുറ്റിനും മരുന്ന് കെട്ടുമ്പോൾ അവിടെ കുറച്ചും കൂടി കൂടുതൽ മരുന്ന് വേണ്ടി വരും. അപ്പം എത്രത്തോളം മരുന്ന് എടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ക്യാഷും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ നമ്മളുടെ പ്രായ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടല്ല നമ്മൾ പൈസയൊക്കെ വാങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ അസുഖമൊക്കെ ആയിട്ട് ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറമെ ഇത് ചെയ്താൽ മതി. നമുക്ക് കുടിക്കാനായിട്ട് മരുന്നൊന്നുമില്ല, നമുക്ക് കെട്ടാൻ മാത്രമേ ഉള്ളൂ. കുടിക്കാനായിട്ട് ഉള്ളിലോട്ട് മരുന്നില്ല, കെട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ കെട്ടുമ്പോൾ നമ്മൾ ഈ പത്തി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാവുള്ളൂ. പിന്നെ പച്ചമരുന്ന് ആയതുകൊണ്ട് എന്റെ സൈഡ് എഫക്റ്റുകൾ കുറവായിരിക്കും ഇംഗ്ലീഷ് മരുന്നിനേക്കാളും. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ആളുകൾ വരുന്നുണ്ട്. ഞാനന്ന് വ്ളോഗ് എടുക്കാൻ ചെന്ന് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. പിന്നെ പ്രായപരിധി ഒന്നുമില്ല, മുതിർന്നവർക്കും വരാം, പ്രായം ചെന്നവർക്ക് വരാം, കുട്ടികൾക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. ഇങ്ങനെ ഇന്ന ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇത് പറ്റും. ആൻഡ് ഫൈനലി നമ്മുടെ വൈദ്യരെ പറ്റി പറയുകയാണെങ്കിൽ വൈദ്യരുടെ പേര് വന്നിട്ട് കണ്ണം വൈദ്യര് എന്നാണ്. പിന്നെ എനിക്ക് ചെന്നപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, കാരണം ഈ എക്സ്റേ സ്കാനിങ് ഒക്കെ നോക്കിയാൽ വൈദ്യർക്ക് എങ്ങനെയാ മനസ്സിലാകാന്ന്. കാരണം ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കാണല്ലോ അത് നോക്കിയാൽ അത് എന്താണ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാകുക. അപ്പം വൈദ്യർക്ക് അത് മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരവ് വൈദ്യര് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭാഷണമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വൈദ്യര് പറയുന്നതിനായിട്ട് കേൾക്കാം. അപ്പം നമുക്കിനി വൈദ്യരുടെ ഒരു സംഭാഷണം കേട്ടാലോ? കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തുടങ്ങിയില്ലേ, ചെറിയ കുട്ടികളൊക്കെ മരുന്ന് ആൾക്കാരെ മേത്ത് കെട്ടി വെക്കും, പിന്നെ വല്ല ആവത്താവില്ല. അത് ഗവൺമെന്റ് തന്നെ പിന്നെ എടുക്കുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ ഡോക്ടേഴ്സ് വരും, ആയുർവേദ ഡോക്ടർ ബാംഗ്ലൂരിൽ, കേരളത്തിൽ വരാതെ തമിഴ്നാട്ടിൽ 3 ഡോക്ടർമാർ വന്ന് നേരിട്ട് നമ്മൾ ചികിത്സ രീതിയും പേഷ്യന്റ് അഭിപ്രായം ചോദിച്ചിട്ട് അവർ പലവട്ടം വരും. എന്നിട്ട് ബാംഗ്ലൂർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഞാൻ പോയാ ആ ട്രെയിനിങ്ങിനൊക്കെ മാർക്കുണ്ട്. അത് പാസ്സായെങ്കിൽ മാത്രമേ അവർ റെക്കമെൻഡ് ചെയ്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് തരും. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. ആദ്യം തുടങ്ങിയിട്ട് ഇന്നത്തെ കാലഘട്ടം അതല്ല. അതെ അതെ, നമുക്ക് ആദ്യത്തെ മാതിരി അങ്ങനെ പറ്റൂലല്ലോ. സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ വേണം. അതെ, ഇന്ത്യയിലേക്ക് പോകണം. ഇപ്പൊ എംആർ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കണ്ടേ, അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുള്ളൂ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ബാംഗ്ലൂർ പോയി ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ അവര് ഡോക്ടർമാരെല്ലാം കൂടി അംഗീകരിച്ചിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നതാണ്. അപ്പൊ നമ്മളത് സർട്ടിഫൈഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റും കൂടി രണ്ടുപേരും കൂടി തരുന്നതാണ്. അപ്പൊ നമ്മളത് സർട്ടിഫൈഡ് ആയിട്ടുള്ളത് തന്നെയാണ് ഈ ചികിത്സ അല്ലേ? അപ്പൊ ഇതാണ് വൈദ്യർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ്. ഇതിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വൈദ്യരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ ക്ലാസ്സിനൊക്കെ പോയി അവിടെ നിന്നും ആളുകൾ വന്ന് അന്വേഷിച്ച് പേഷ്യൻസിന്റെ റിവ്യൂ ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വൈദ്യര് ക്വാളിഫൈഡ് ആയിട്ട് മുന്നേ ആണോ ചെയ്തിട്ടുണ്ടായിരുന്നേ? 22-ല്ലേ? പുതുപ്പിക്കണം. റെക്കോർഡ് വേണം. അപ്പൊ നമ്മുടെ ചികിത്സാ രീതിയും പിന്നെ വന്ന പേഷ്യൻസിന്റെ ഇതെല്ലാം അവര് ശ്രദ്ധിക്കും. അതല്ല, അവര് വന്നിട്ട് പിന്നെ അവരുടെ ഡീറ്റെയിലും ഫോൺ നമ്പർ എഴുതിയേക്കും. അവര് വരുമ്പോ അത് കാണിക്കണം. അപ്പൊ അവര് ഇഷ്ടപ്പെട്ട ആളെ ഫോൺ ചെയ്ത് ചോദിക്കാം, എന്തിനാണ് നിങ്ങൾ വന്നത്, റെഡിയാകുന്നൊക്കെ റെക്കോർഡ് വേണമല്ലോ. റെക്കോർഡ് വേണം. അതെ അതെ, എന്തായാലും ചെയ്തിരിക്കണം. അവിടെ ഒരു ടോക്കൺ മാത്രം കൊടുക്കുകയാണ്. എന്നാ പോയെന്നൊന്നും അറിയില്ല. ഇതില്ലാതെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഗവൺമെന്റിന്റെ അതെ അതെ. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് മരുന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒടിവും ചതവൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണേനേക്കാളും സ്പീഡിൽ മാറും. അങ്ങനെ അതെ, നമുക്കിത് കുറച്ചും കൂടി പെട്ടെന്ന് ഫലം കാണുമായിരിക്കും. വേദനയും അതെ അതെ, മരുന്നാവുമ്പോ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുകളാണല്ലോ അല്ലെ? നമുക്ക് കഴിക്കാൻ മരുന്നില്ലല്ലോ, തേക്കാനല്ലേ ഉള്ളൂ. തേക്കാനും മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ആവശ്യം വരുന്നപ്പം എഗ്ഗ്, ഇലകളൊക്കെ നമ്മൾ മേടിക്കുന്നതല്ലേ? ഒന്നും ആരും വരുമ്പോ കൊണ്ടുവരേണ്ട ആവശ്യമല്ല. നേരത്തെ പണ്ടൊക്കെ അച്ഛൻ കിട്ടുമ്പോ
നിങ്ങൾ തുണി കൊണ്ടുവരണം, കൊണ്ടുവരണം. പഴയ തുണി മതി. പിന്നെ മുട്ട കൊണ്ടുവരണം, പിന്നെ എണ്ണ കൊണ്ടുവരണം. അതിന് അളവ് കൊണ്ടുവന്ന അത് കാച്ചിയാണ് കൊടുക്കരുത്. അതെ, അത് പഴയ തുണി. അപ്പൊ അന്നൊക്കെ ഇല്ലാത്തവർ കൂടുതൽ പഴയ തുണി. ഇപ്പൊ പഴയ തുണി അവിടെ കോട്ടൺ ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. പിന്നെ ഒന്നാമത് എല്ലാവരും പഴയ തുണി കെട്ടാനും പറ്റില്ല. അവിടെ ഞങ്ങൾ എല്ലാ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. തുണി മൊത്തം വാങ്ങിയിട്ട് സൈസിൽ മുറിച്ച്, ഇപ്പൊ ഇവിടേക്ക് ചെറിയ തുണി മതി, കുട്ടീനാണെങ്കിൽ വലുത്, അതിനേക്കാളും വലുത് കൊണ്ട് സ്വാളിന്ന് എടുക്കുകയാണ്. സൈസ് തരം തിരിച്ച് റെഡിയാക്കി വെക്കും. അതിന്റെ ചാർജും മരുന്നിന്റെ പൈസ കൂട്ടിയാ വാങ്ങുന്നത്. അങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്ത് വരാൻ പറ്റും, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടോ? ഇല്ല. ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്കിത് സ്പെഷ്യലായിട്ട് ഒരാൾ അതിന് സീറ്റിൽ ഇരിക്കുന്നില്ല. അതെ, ക്ലർക്ക് പോലെ. പിന്നെ ടൈം ബുക്കിംഗ് ടൈം കൊടുത്തിരിക്കുന്നില്ല. വിളിച്ചു പറഞ്ഞാൽ അപ്പൊ പേര് എഴുതി വെക്കും. മറ്റുള്ളവർക്ക് പിന്നെ അങ്ങനെ നേരിട്ട് വരികയാണ്. ബുക്കിംഗ് ആകുമ്പോൾ നമുക്ക് പിന്നെ ബുദ്ധിമുട്ട് കൂടുതലാണ്. അതെ, ഇപ്പം വരുന്ന ആളനുസരിച്ചിട്ട് ഫോൺ ചെയ്യുന്ന ബുക്കിംഗ്. അപ്പൊ ഞാൻ യാത്രയിലായിരിക്കും, നമ്പർ കൊടുക്കും. പിന്നെ വീട്ടിലൊരു മൊബൈലുണ്ട്, അതേ ആൾ ചിലപ്പോ വേറെ ആളേക്കും, ചിലപ്പോ 3 പേർക്ക് ഒരേ നമ്പറായിരിക്കും. അതെ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പൊ നമ്മൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നാല് ഡയറക്റ്റ് ചികിത്സിച്ചിട്ട് പോകാൻ പറ്റും. ആദ്യം കൊടുക്കും. കുടുംബക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നേരത്തെ പറഞ്ഞു വെച്ചവരാണെങ്കിലും ആദ്യം വന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ 7 മണിക്ക് തന്നെ തുടങ്ങും. ഇവിടെ 7 മണി കൃത്യം തുടങ്ങും. അപ്പൊ ആ ഒരു സമയം തൊട്ടിട്ട് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും വരാൻ പറ്റും. മരുന്ന് ഇങ്ങനെ നമ്മള് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണോ? ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നമുക്ക് എത്ര ദിവസം വരെ വെക്കാൻ പറ്റും? 2-3 ദിവസം വെക്കാൻ പറ്റുള്ളൂ. അപ്പോക്കിന് അത് റെഡി ആക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് മരുന്ന് കൂടുതലും കുറയില്ലായിരിക്കും. ഇപ്പൊ മഴക്കാലം കഴിഞ്ഞ മാസം വരെ തിരിച്ചയക്കേണ്ടി വന്നു. ഇപ്പോഴാണ് മഴ പെയ്ത്. അപ്പൊ അങ്ങനെ ആയിരിക്കും നമുക്ക് മരുന്നുണ്ട്. അപ്പൊ വേനൽക്കാലം ആകുമ്പോ നമുക്ക് മരുന്ന് കുറവായിരിക്കൂലേ? പറ്റില്ല, തികയില്ല. അപ്പൊ നമ്മളെ ഇവിടെ നിന്നൊന്നും കിട്ടൂല, ഈ ഏരിയ നിന്നൊന്നും എവിടെയും ഇല്ല. കാട് വെട്ടുന്ന മെഷീനൊക്കെ വന്നില്ല. ചെടികളാണ്. അപ്പൊ നമ്മൾക്ക് എവിടുന്ന് കിട്ടും? മുത്തങ്ങ ഫോറസ്റ്റ് അങ്ങനെ അടുക്ക അവിടുന്നേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് പുറത്ത് കയറി ചെല്ലാനും പറ്റില്ല. അതെ, ഫോറസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ അവര് മരുന്ന് റെഡി ആവുമ്പോ പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് എടുക്കലാണ്. ഇപ്പൊ ഇവിടെ മരുന്ന് അടിക്കുന്നോണ്ട് കിട്ടാനില്ല. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് മരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ അതും ഇതും കൂടി ചേരുമ്പം ചേരായിക അങ്ങനെയൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ പാരമ്പര്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൊറേ ആയോ തുടങ്ങിയിട്ട്? 3 തലമുറ. അപ്പൊ ഏറെക്കുറെ കുറെ വർഷം ഉണ്ടാവൂല്ലേ? അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത തലമുറ എന്ന് പറയുമ്പോ നമ്മുടെ മക്കള് അങ്ങനെ കൈമാറി വരണം. അപ്പൊ അതില് മൂത്ത ആളാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെയാണ് ഇളയവർക്ക് അത് കൈമാറി വരും അല്ലേ? അപ്പൊ ഒരു തലമുറ കഴിയുമ്പോഴായിരിക്കും. അതെ, അവർക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ കൂടെ നിന്ന് എല്ലാരും പഠിച്ചെടുക്കുക ചെയ്യാ? പറ്റില്ല. വേണം. ഒരു ഫിലിം കണ്ട എന്താണ് പൊട്ടി, ഏത് മാറിക്കുന്ന സ്റ്റൈൽ വെക്കണം, കുറച്ച് എക്സ്പീരിയൻസ് വേണ്ടേ? അതെ. പിന്നെ കൊറേ എഡ്യൂക്കേഷനും കൂടി കുട്ടികൾക്കുള്ളതുകൊണ്ട് കുറച്ചൊക്കെ. ഞാൻ ഈ ഫീൽഡിൽ 22 വർഷം പണിയെടുത്താണ്. അതെ, സ്കാനിങ്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഊട്ടിയില്. എന്തായിരുന്നു ഇതിനു മുന്നേ ജോലി? ഹിന്ദുസ്ഥാൻ പോർട്ട് എക്സ്റേയും സ്കാനിങ് ഉണ്ടാക്കുന്ന. അപ്പൊ ഏകദേശം അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ സ്കാനിങ് റിപ്പോർട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കൊറേ ആയോ അവിടെ ജോബായിട്ട്? 22 വർഷമായി. അപ്പൊ ഇതിലോട്ട് പിന്നെ എപ്പോഴായിരുന്നു വന്നത്? 10 വർഷം. അപ്പൊ നമ്മളെ ഈ പുറത്തു കൊടുത്ത ബോർഡും നമ്പറും കോണ്ടാക്ട് ചെയ്താൽ കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ട് വരാൻ പറ്റില്ലേ? പറ്റുമല്ലേ?
അപ്പൊ ഏതായാലും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ ഉപ്പാനെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് നമ്മളെ നാട്ടിൽ നല്ല വൈദ്യരുണ്ടോ ഇങ്ങനെ ഒടിവ് ചതവ് തേയ്മാനത്തിനൊക്കെ ചികിത്സിക്കുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നല്ലൊരു കണ്ടന്റ് ആണ്. ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് കാണുന്നത് ഒരു 10-20 ആളുകളാണെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അത്രയേ ഉള്ളൂ. ബൈ.